പ്രവാചക പരമ്പരയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വീണ്ടെടുപ്പിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പ്രവചനത്തോടുകൂടിയാണ്. പ്രവചനത്തിൻ്റെയും ദൈവിക വെളിപ്പാടിൻ്റെയും ആരംഭം ഏകകാലികമാണ്. സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള പ്രവചനമൊന്ന് നോക്കുക. ഉൽപ്പത്തി 3:15-16. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് പ്രവാചകനായിരുന്നു. യൂദ 14:15. നോഹ തൻ്റെ സന്തതികളുടെ ഭാവി പ്രവചിച്ചു. ഉൽപ്പത്തി 9:25 മുതൽ 27 വരെ. അബ്രഹാം പ്രവാചകനായിരുന്നു. ഉൽപ്പത്തി 20:7. മോശെ വിശിഷ്ട പദവിയിലുള്ള പ്രവാചകനായിരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6 മുതൽ 8 വരെ. ആവർത്തനം 18:18. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം, 7-ാം അധ്യായം 40-ാം വാക്യം. ന്യായാധിപന്മാരുടെ കാലത്ത് പ്രവചനമുണ്ടായി. ന്യായാധിപന്മാർ 4-ാം അധ്യായം 4-ാം വാക്യം. ശമൂവേലിൻ്റെ കാലം മുതൽ മലാഖിയുടെ കാലം വരെ അനുസ്യൂതമായ ഒരു പ്രവാചക പരമ്പര ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തിൽ പ്രവാചക ശുശ്രൂഷയ്ക്ക് പ്രത്യേകം വ്യവസ്ഥ നൽകിയിരുന്നു. കനാനിൽ പ്രവേശിക്കുന്ന ഇസ്രായേൽ മക്കൾ ജാതികളുടെ മ്ലേച്ഛതകൾ പഠിക്കുവാൻ പാടില്ല. അവരുടെ ഇടയിൽ നിന്ന് മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നീക്കിക്കളയേണ്ടതാണ്. ആവർത്തനം 18:9 മുതൽ 11 വരെ. എന്നാൽ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. ആവർത്തനം 18:18. ദൈവം മോശയിലൂടെ ഈ വാഗ്ദത്തം അവർക്ക് നൽകി. ഈ പ്രവാചകൻ മശിഹയത്രേ. മോശയ്ക്കും ക്രിസ്തുവിനും മധ്യേ ഒരു പ്രവാചക പരമ്പര ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയും ഈ വാക്യത്തിലുണ്ട്. പ്രവാചകന്മാരുടെ ഒരു ഇടമുറിയാത്ത പരമ്പര തിരുവെഴുത്തുകളിലില്ല. ഒരു പ്രവാചകൻ തൻ്റെ അനന്തരഗാമിയെ നാമനിർദ്ദേശം ചെയ്യുകയോ പ്രവാചക പദവിയിൽ അവരോധിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവത്തിൽ നിന്നും നേരിട്ടാണ് പ്രവാചക പദവി പ്രാപിക്കുന്നത്. ഇതിനൊരു അപവാദം യോശുവയും ഏലിശായുമാണ്. മോശെ യോശുവയെയും ഏലിയാവ് ഏലിശയെയും പ്രവാചകന്മാരായി അവരോധിച്ചു. യോശുവയുടെ കാലം മുതൽ ഏലിയുടെ കാലം വരെ ദർശനം ദുർലഭമായിരുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം 1-ാം വാക്യം. ന്യായാധിപന്മാരുടെ കാലത്ത് പുരോഹിതന്മാർ അധപ്പതിച്ചു. ജനത്തെ ആത്മീയ കാര്യങ്ങളിൽ നയിക്കുന്നതിൽ പരാജയപ്പെട്ടു. പൗരോഹിത്യ കർമാനുഷ്ഠാനങ്ങളിലെ പഠിപ്പിക്കലുകൾ ജനത്തിന് മനസ്സിലാകാതെയായി. തന്മൂലം കുറെ കൂടി ലളിതവും പ്രത്യക്ഷവുമായ ദൈവിക വെളിപ്പാട് ആവശ്യമായി വന്നു. ഈ പരിതസ്ഥിതിയിലാണ് ഒരു പുരോഹിതൻ തന്നെയായിരുന്ന ശമൂവേൽ പ്രവാചകനായത്. 1 ദിനവൃത്താന്തം 9-ാം അധ്യായം 22-ാം വാക്യം. ശമൂവേൽ പ്രവാചകന്റെ സൃഷ്ടിയായിരുന്നില്ല പ്രവാചക ക്രമം. ന്യായപ്രമാണത്തിൽ തന്നെ രാജാവിനും പ്രവാചകനും നിബന്ധനകളുണ്ടായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പ്രേരണയനുസരിച്ചാണ് പ്രസ്തുത വ്യവസ്ഥിതികൾ നിലവിൽ വന്നത്. ശമൂവേൽ പ്രവാചകൻ ശിഷ്യഗണങ്ങളെ എടുത്ത് പ്രവാചക ശുശ്രൂഷയ്ക്ക് പരിശീലിപ്പിച്ചു. ദാവീദിനെ പിടിക്കുവാൻ ശൗൽ അയച്ച ദൂതന്മാർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടു. 1 ശമൂവേൽ 19:20. ഈ പ്രവാചക സംഘത്തിൻ്റെ ആസ്ഥാനം രാമ ആയിരുന്നു. അനന്തരകാലത്ത് ബേഥേലിലും യെരിഹോവിലും ഗിൽഗാലിലും മറ്റു സ്ഥലങ്ങളിലും 2 രാജാക്കന്മാർ 2:3, 5, 4:38, 6:1 പ്രവാചക സംഘങ്ങളെ നാം കാണുന്നുണ്ട്. ശമൂവേലിൻ്റെ കാലം മുതൽ മലാഖിയുടെ കാലം വരെ പ്രവാചക ശുശ്രൂഷ അനുസ്യൂതം തുടർന്നു. പ്രവാചക പുസ്തകങ്ങളുടെ എഴുത്തുകാരായ പ്രവാചകന്മാർ 16 പേരാണ്. യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ എന്നീ 4 പേരെ വലിയ പ്രവാചകന്മാരെന്നും ഹോശയ്യ മുതൽ മലാഖി വരെയുള്ള 12 പേരെ ചെറുപ്രവാചകന്മാരെന്നും പൊതുവെ വിളിക്കുന്നു. യോവേലിൻ്റെയും ആമോസിൻ്റെയും ഹോശയ്യയുടെയും പ്രവർത്തന മണ്ഡലം ഇസ്രായേലായിരുന്നു. എന്നാൽ യോനയുടെ പ്രവർത്തന മണ്ഡലം നിനവയായിരുന്നു. മീഖ, യെശയ്യാവ്, നഹൂം, സെഫന്യാവ്, യെരെമ്യാവ്, ഹബക്കൂക്ക്, ദാനിയേൽ എന്നിവരുടെ പ്രവർത്തന മണ്ഡലം യഹൂദ ആയിരുന്നു.